കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള മൂന്നാമത്തെ തുരങ്കപാതയായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത പൂർത്തിയാകുന്നതോടെ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2134 കോടി രൂപ ചെലവഴിച്ചാണ് പാത നിർമ്മാണം. മല തുരന്നുള്ള നിർമ്മാണം 4 വർഷം കൊണ്ട് പൂർത്തിയാകും. 8 കിലോമീറ്ററും 73 മീറ്ററുമാണ് നീളം. വയനാട്ടിലേക്കുള്ള യാത്രാസമയം 1.5 മണിക്കൂറായി കുറയും. ചുരം ബദൽ പാത എന്നത് മാത്രമാകില്ല തുരങ്കപാതയുടെ വിശേഷണം. വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന തുരങ്കപാത പുതിയൊരു വ്യവസായ ഇടനാഴി കൂടിയാണ് തുറക്കുക. കുവൈത്തിൽ പ്രധാന റോഡുകളിൽ തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. പ്രവേശന വിലക്ക് നാളെ പ്രാബല്യത്തിൽ വരും. നാളെ മുതൽ 2026 ജൂൺ 14 വരെയാണ് പ്രധാന റോഡുകളിൽ കുവൈത്ത് ട്രാഫിക് വിഭാഗം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാവിലെ 6:30 മുതൽ 9 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയും ട്രക്കുകൾക്ക് പ്രധാന റോഡുകളിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. ഗതാഗതം സുഗമമാക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമാണ് തീരുമാനമെന്ന് കുവൈത്ത് ട്രാഫിക് വിഭാഗം അറിയിച്ചു. അതേസമയം 2026 ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 31 വരെ രാവിലെ നിയന്ത്രണമുണ്ടാകില്ല. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:30 വരെ മാത്രമാകും നിയന്ത്രണം. ദുബായിൽ 3 ലഹരിമരുന്ന് കടത്ത സംഘം പിടിയിൽ. 44 ലക്ഷം ദിർഹം വില വരുന്ന ലഹരിമരുന്നും പിടിച്ചെടുത്തു. 2 അറബ് വംശജരും ഒരു ഏഷ്യൻ രാജ്യക്കാരനുമാണ് ലഹരിമരുന്നുമായി പിടിയിലായത്. 18.93 കിലോഗ്രാം ലഹരിമരുന്നാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ക്ലോത്തിംഗ് ബട്ടണുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. 89,760 ക്യാപ്റ്റഗൺ ഗുളികകളാണ് പിടിയത്. ദുബായിലെ ഒരു അപ്പാർട്ട്മെന്റിലും മറ്റൊരു എമിറേറ്റിലുമായിട്ടായിരുന്നു ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത്. രാജ്യത്തിന് പുറത്തുള്ള സംഘത്തലവന്റെ നിർദ്ദേശപ്രകാരം UAE-യിൽ നിന്നും ഒരു അയൽ രാജ്യത്തേക്ക് ലഹരിമരുന്ന് കടത്തുന്നതിനായിരുന്നു പദ്ധതി. സൗദി നർക്കോട്ടിക് കൺട്രോൾ ജനറൽ ഡയറക്ടറേറ്റുമായി ചേർന്ന ടോക്സിക് ബട്ടൺസ് എന്ന പേരിൽ സംയുക്ത ഓപ്പറേഷനിലാണ് സംഘത്തെ പിടികൂടിയത്. NTV UAE to the world.